भूतेर्महद्भिर्य इमा पुरो विभुः निर्मायशेते यदमूषु पूरुष भुङ्क्ते गुणान् षोडश षोडशात्मका सोऽलं कृषीष्ट भगवान् वचांसि मे। ഭാഗവതത്തെ അറിയാൻ ഈ ഭാഗവതത്തിൽ അലിയാൻ, ഭാഗവതത്തെ അറിയാൻ ശ്രീമദ് ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതും മാത്രം ഹരിയിൽ ഭക്തിയുണർത്തും സംഗീതം ഹരിനാമലഹരി സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. ഗംഗാപതിയുടെ പുത്രൻ സുന്ദര ഗണനായകനോ തുണ ചെയ്യൂ. വീണയിൽ സംഗീത സാഗരം തീർക്കുന്ന വാണീദേവിയും കാക്കേണേ എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. ഹരേ ഗുരുവായൂരിൽ നിത്യം നിറയുക ഗുരുവായൂരിലെ ശ്രീകൃഷ്ണ. കണ്ഠം തന്നിൽ ഗാനം നിറയാൻ കണ്ണാ നീ താൻ തുണയേകു. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ അറിയാൻ ഭാഗവതത്തിൽ അലിയാൻ. ആദ്യത്തെ ഗുരുവായൂരന്റെ അച്ഛനുപാദ നമസ്കാരം. ആദ്യത്തെ ഗുരുവായൂരനുടെ അച്ഛനുപാദ നമസ്കാരം. അമ്മിഞ്ഞപ്പാൽ മധുരം നൽകിയ അമ്മേ നീ വരമേകേണേ. എന്നിൽ ഭാഗവത കഥ നിറയേണേ. ഭാഗവതത്തെ
ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീഹരി തന്നുടെ കഥകൾ നിറയും ശ്രീമദ് ഭാഗവത സ്മൃതിയിൽ. ശ്രീകൃഷ്ണാനിൻ കീർത്തനമലരുകൾ ശ്രീപാദത്തിൽ അർച്ചിക്കാം. എന്നിൽ ഭാഗവത കഥ നിറയണേ. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ, ലക്ഷ്യമതൊന്നു മാത്രം ഹരിയിൽ ലഹരിയുണർത്തും സംഗീതം. ഭക്തിയുണർത്തും സാഫല്യം, ഭക്തിയുണർത്തും സൗഭാഗ്യം. ഭാഗവതത്തെ അറിയാൻ, ഭാഗവതത്തിൽ അലിയാൻ. ഭാഗവതത്തിൽ അലിയാൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീകൃഷ്ണൻ തൻ്റെ ഹാസം നിറയുമനുപമ സുന്ദര ചുണ്ടിലെന്നും രാഗത്തിൻ തേൻ ചുരത്തും മധുരമുരളിയെ ഞാനിതാ കൈതൊഴുന്നേൻ. സൗകര്യം കിട്ടുമെങ്കിൽ ഭവതി മുരളികേ ഒന്നു നീ ചൊല്ലിടേണം. ഞാനാകുന്നോരി ജന്മ പശുവിനുട കഥ നന്ദജൻ തൻ്റെ കാതിൽ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ കൃപാവിലാസം കൊണ്ട് ശ്രീമദ് ഭാഗവതം അറിയാനലിയാൻ എന്ന ഈ അക്ഷരപൂജ ഇന്ന് 675 ദിവസത്തിലേക്ക് എത്തിയപ്പോൾ ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർദ്ധത്തിലെ 73 അധ്യായത്തിൽ 8 ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് വിചാരം ചെയ്യുന്നത്. ജരാസന്ധൻ്റെ തടവറയിൽ കഷ്ടപ്പാടനുഭവിച്ചിരുന്ന 20,800 രാജാക്കന്മാർ. ദ്വേ അയുതേ അഷ്ടൗശതാനി. അത്രയും രാജാക്കന്മാർ ഭഗവത് ദർശന സൗഭാഗ്യം കൊണ്ട് എല്ലാം മറന്ന്, പാപങ്ങളൊക്കെ തീർന്ന്, ക്ഷീണങ്ങളെല്ലാം അകന്ന് ആ ഭഗവാനെ സ്തുതിക്കുന്നതായിട്ടുള്ള ശ്ലോകങ്ങൾ. 9 ശ്ലോകങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാജാക്കന്മാർ പറയുന്നു: രാജാന ഊചു നമസ്തേ ദേവദേവേശ പ്രപന്നാർത്തിഹരാവ്യയ പ്രപന്നാൻ പാഹി നഃ കൃഷ്ണ നിർവിണ്ണാൻ ഘോര സംസൃതേ. പ്രപന്നാർത്തിഹര, ശരണം പ്രാപിക്കുന്ന ആളുകളെ, അവരുടെ ആർത്തിയെ, സങ്കടത്തെ നശിപ്പിക്കുന്നവനെ. അവ്യയ, ഒരിക്കലും നാശമില്ലാത്ത, അച്യുതനായിരിക്കുന്ന, അക്ഷയമായിരിക്കുന്ന ഭാവത്തോടു കൂടിയ ഭഗവാനെ. ദേവദേവേശ തേ നമ. ദേവദേവന്മാർക്ക്, ബ്രഹ്മരുദ്രാദി ദേവന്മാർക്ക് പോലും ഈശ്വരനായിരിക്കുന്ന അവിടുത്തേക്ക് നമസ്കാരം. കൃഷ്ണ, സച്ചിദാനന്ദ സ്വരൂപനായിരിക്കുന്ന ഭഗവാനെ. പ്രപന്നാൻ നിർവിണ്ണാൻ ന, അവിടുത്തെ ശരണം പ്രാപിച്ചവരും വിരക്തന്മാരുമായ ഞങ്ങളെ. ഘോര സംസൃതേ പാഹി, ഈ ഘോരമായ സംസാരത്തിൽ നിന്ന്, സംസാര ദുഃഖങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ. അവിടുത്തേക്ക് നമസ്കാരം. പലതരത്തിലുള്ള സങ്കടങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. അതുകൊണ്ട് സംസാരത്തിൽ സുഖം എന്നൊന്നില്ല എന്ന് ഞങ്ങൾക്ക് അനുഭവമായി കഴിഞ്ഞു.
സംസാരം ദുഃഖമാണ്, ദുഃഖപൂരിതമാണ്. അതുകൊണ്ട് തന്നെ വിഷയങ്ങളിൽ ഞങ്ങൾക്കിപ്പോൾ ആശയില്ലാതെയായിരിക്കണു, ആശയറ്റിരിക്കണു. ഞങ്ങൾ എന്നെന്നും ലോകത്തിന് ആശയും ആവേശവും ആശ്വാസവുമായിരിക്കുന്ന അവിടുത്തെ അംഘ്രികമലങ്ങളെ ശരണം പ്രാപിച്ചിരിക്കുന്നു. ഈ അതിഭയങ്കരമായിരിക്കുന്ന സംസാര സങ്കടത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ ഭഗവാനെ. ഞങ്ങൾക്ക് മറ്റൊന്നും വേണ്ട. ഈ ഘോര സംസാര ദുഃഖങ്ങളിൽ നിന്നും ഞങ്ങൾക്ക് മോചനമുണ്ടാക്കി തരണേ ഭഗവാനെ. നൈനം നാഥാന്വസൂയാമോ മാഗധം മധുസൂദന അനുഗ്രഹോ യദ്ഭവതോ രാജ്ഞാം രാജ്യച്യുതിർവിഭോ. മധുസൂദന, മധുവിനെ സൂദനം ചെയ്തവൻ, മധു എന്ന അസുരനെ നിഗ്രഹിച്ച ഹേ നാഥ ഭഗവാനെ, ഏനം മാഗധം, ഈ മാഗധനെ ജരാസന്ധനെ ന അന്വസൂയാമ, അസൂയപ്പെടുന്നില്ല. കാരണം വിഭോ, തത്വാവധാരണ സമർത്ഥനാണ് അവിടുന്ന്, വിഭുവാണ്. അപ്പോൾ അങ്ങനെയുള്ള രാജാക്കന്മാരുടെ രാജ്യച്യുതി, അതും ഭവത അനുഗ്രഹ, അവിടുത്തെ അനുഗ്രഹമാണ്. സംസാരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ നിങ്ങൾ അർഹരല്ല, നിങ്ങളിൽ അസൂയാദി ദോഷങ്ങളുണ്ട്. ഇങ്ങനെ എങ്കിൽ അങ്ങ് വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരല്ല എന്ന് പറയുകയാണ്. ഞങ്ങളുടെ രാജ്യാദി ഭോഗങ്ങൾ അപഹരിച്ച ജരാസന്ധനിൽ ഞങ്ങൾക്ക് അസൂയയില്ല. കാരണം രാജാക്കന്മാരുടെ രാജ്യനാശം, ഈ ഐശ്വര്യത്തെ മുഴുവൻ ഇല്ലാതെയാക്കുന്നതും അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ്. ഇതൊക്കെ ഞങ്ങളെയൊക്കെ വിജയിച്ചു നേടിയ ഈ ജരാസന്ധൻ്റെ ഐശ്വര്യത്തിൽ ഞങ്ങൾ ലവലേശം അസൂയപ്പെടുന്നില്ല, ഞങ്ങളത് ആഗ്രഹിക്കണില്ല. രാജ്യഭാരം ഞങ്ങൾക്ക് വേണ്ട, ഭരണത്തിലല്ല, ഞങ്ങൾക്ക് അവിടുത്തെ പാദാരവിന്ദങ്ങളിലെ ഭജനത്തിലാണ് ഭഗവാനെ എന്നും താല്പര്യം. അങ്ങയുടെ അനുഗ്രഹം ലഭിക്കാനുള്ളൊരു മാർഗമായിട്ടാണ് ഞങ്ങൾ രാജ്യഭ്രംശത്തെ കാണുന്നത് ഭഗവാനെ. രാജ്യൈശ്വര്യമധോന്നദ്ധോ ന ശ്രേയോ വിന്ദതേ നൃപ ത്വന്മായാ മോഹിതോ അനിത്യ മന്യതേ സമ്പതോ അചല. രാജ്യൈശ്വര്യമധോന്നദ്ധ, രാജ്യം കൊണ്ടും ഐശ്വര്യം കൊണ്ടുമുണ്ടായ മതത്താൽ ന്യായാന്യായ വിചാരമില്ലാതെ അഹങ്കാരികളായിരുന്ന രാജാവ്, അല്ലെങ്കിൽ അഹങ്കാരിയായിരുന്ന രാജാവ്, ശ്രേയ ന വിന്ദത്തെ, ശ്രേയസ് നേടില്ല. ത്വന്മായാ മോഹിത, അവിടുത്തെ മായാൽ മോഹിക്കപ്പെട്ട് അനിത്യ സമ്പദ അചല മന്യത്തെ, അനിത്യങ്ങളായ നശ്വരങ്ങളായ സമ്പത്ത്, ഈ ഭൗതികമായ ഐശ്വര്യങ്ങളൊക്കെ തന്നെ ഇളക്കമില്ലാത്തതാണ്, നാശമില്ലാത്തതാണ് എന്ന് വിചാരിക്കുന്നു. രാജ്യനാശം ആപത്താണെങ്കിൽ എങ്ങനെയാണത് അനുഗ്രഹമാവണത് എന്നാണെങ്കിൽ, രാജ്യവും അതിൽ നിന്നുള്ള സമ്പത്തും വർദ്ധിച്ചു വരും തോറും മനുഷ്യൻ്റെ, രാജാവിൻ്റെ വിചാരശക്തി കുറഞ്ഞു വരും. അങ്ങനെ എന്തും പ്രവർത്തിക്കാം, ധനമുണ്ടാക്കാൻ എന്തുമാവാം എന്നുള്ള തോന്നൽ ഒരു രാജാവിനുണ്ടാവുന്നു. അതൊരിക്കലും അയാൾക്ക് ശ്രേയസ്സല്ല ഭഗവാനെ. അവിടുത്തെ മായാശക്തിയിൽ മോഹിക്കപ്പെട്ട രാജാവ് ക്ഷണഭംഗുരമായിരിക്കുന്ന സമ്പത്തുകളാണ്, രാജഭോഗങ്ങൾ, അതാണ് ശാശ്വതമായത് എന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ പോണു. അങ്ങനെ നിത്യവും അനിത്യവും വേർതിരിച്ചറിയാനുള്ള ശക്തിയുടെ അഭാവം കൊണ്ട് എന്തുണ്ടാവണു, എങ്ങനെയെങ്കിലും ധനമുണ്ടാക്കിയാൽ മാത്രം മതി എന്ന ചിന്തയിലേക്ക് മൂഢനായ ഒരു രാജാവ് എത്തിച്ചേരുന്നു. അതുകൊണ്ട് രാജ്യൈശ്വര്യം ഭഗവാനെ പൊതുവിൽ ലോകത്തിൽ അവിവേകത്തെ വർദ്ധിപ്പിക്കുന്നതാണ്. എന്നാൽ ലോകത്തിന് വിവേകത്തെ നൽകുന്നത് അവിടുത്തെ പാദാരവിന്ദങ്ങളിലുള്ള ഭക്തി ഒന്നുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് മൃഗതൃഷ്ണാം യഥാ ബാല മന്യന്ത ഉദകാശയം ഏവം വൈകാരികിം മായാമയുക്ത വസ്തു ചക്ഷത്തെ. ബാലാ മൃഗതൃഷ്ണാം ഉദകാശയം യഥാ മന്യന്തേ. ബാലന്മാര്, കുട്ടികള് ആ മൃഗതൃഷ്ണാം, കാനൽ ജലത്തെ, മരുഭൂമിയിൽ ആ കാന്തിവിശേഷം, എങ്ങനെ ചൂട് കൊണ്ട് അവിടെ വെള്ളമുണ്ട് എന്ന് തോന്നും, ഉദകാശയം ജലസ്ഥാനമാണ് അത് എന്ന് തോന്നും. ഈ
ഇതിലേക്ക് അകലെ നിന്ന് നമ്മുടെ പ്രതിബിംബങ്ങൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് അവിടെ വെള്ളമുണ്ട് തോന്നുക. അങ്ങനെ ഇതേപോലെ അയുക്ത, യുക്തിയില്ലാത്ത, വിവേകമില്ലാത്തവർ വൈകാരികം ആയാം വസ്തു ചക്ഷത്തെ, രൂപാദി വിഷയങ്ങളായി പരിണമിച്ചിരിക്കുന്ന മായയെ അത് പരമാർത്ഥമാണ് എന്ന് വിചാരിക്കണം. മരുഭൂമിയിൽ വെള്ളമേ ഇല്ല. സൂര്യകിരണങ്ങൾ തട്ടി താപം വർദ്ധിക്കുമ്പോൾ അതിൽ നിന്ന് ഈ മണലിൽ തട്ടി തെറിക്കുന്ന കാന്തിവിശേഷം അത് കുറേ അകലെ നിന്ന് നോക്കുമ്പോൾ ജലാശയമാണ് എന്ന് തോന്നും. ഇതേപോലെ തന്നെ ശബ്ദം, സ്പർശം, രൂപം, രസം, ഗന്ധം ഇങ്ങനെ പരിണമിച്ചിരിക്കുന്ന അവിടുത്തെ മായയെ തിരിച്ചറിയാൻ ശക്തിയില്ലാത്ത ആളുകൾ ഇതാണ് യഥാർത്ഥമായിട്ടുള്ളത് എന്ന് ചിന്തിക്കുന്നു. ഞങ്ങളും വയം പുരാ ശ്രീമദനഷ്ടദൃഷ്ടയോ ജിഗീഷയാസ്യ ഇതരേതരസ്പൃധ ഘ്നന്ദപ്രജാ സ്വാ അതിനിർഘൃണാ പ്രഭോ മൃത്യും പുരസ്ത്വാ വിഗണയ്യ ദുർമദ. പുരാ ശ്രീമദനഷ്ടദൃഷ്ടയാ, പണ്ട് ശ്രീമതം കൊണ്ട് നശിച്ച ദൃഷ്ടിയോടുകൂടിയ ഞങ്ങൾ അസ്യ ജിഗീഷയ, ഭൂമിയുടെ ജയം എന്ന് വിചാരിച്ച് ഇതരേതര സ്പൃധ, അന്യോന്യം സ്പർദ്ധയുള്ളവരായി പ്രഭു അതിഘൃണ, അല്ലയോ ഭഗവാനെ, ഞങ്ങൾ കരുണയില്ലാത്തവരായി സ്വപ്രജ, തങ്ങളുടെ തന്നെ പ്രജകൾ മക്കളെ പോലെ വേണമെന്നാണ്, അവരെ തന്നെ കൊല്ലുന്നവരായിട്ട് പുരഹ, മുൻഭാഗത്ത് മൃത്യുവായിരിക്കുന്ന അവിടുത്തെ അവഗണിച്ചും കൊണ്ട് ഗണിക്കാതെ ദുർമത, ഞങ്ങൾ ദുർമതമുള്ളവരായി മാറി. രാജ്യമുണ്ടായിരിക്കുമ്പോൾ അനർത്ഥവും രാജ്യനാശം കൊണ്ട് ക്ഷേമവും ഉണ്ടാകുന്നു. ഇതിന് ഉദാഹരണാരാ? ഞങ്ങൾ തന്നെ. ഞങ്ങൾ ഇതിനു മുമ്പ് രാജ്യൈശ്വര്യം ഒക്കെ നിറഞ്ഞിരുന്ന സമയത്ത് പരസ്പരം തല്ലുകൂടുന്നവരായിരുന്നു. പക്ഷേ രാജ്യം നഷ്ടപ്പെട്ടപ്പോഴോ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഒരേപോലെയായി. ഐശ്വര്യമാകുന്ന തിമിര രോഗം കൊണ്ട് ന്യായാന്യായങ്ങൾ തിരിച്ചറിയാനുള്ള ശക്തി ഞങ്ങളുടെ അകക്കണ്ണിന് നഷ്ടപ്പെട്ടു. ഈ ഭൂമി മുഴുവൻ എൻ്റെ സ്വന്തമാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ നിൽക്കുന്ന ഞങ്ങളൊക്കെ തന്നെ, ഇപ്പോൾ അങ്ങയെ ഭജിക്കുന്ന ഞങ്ങളൊക്കെ തന്നെ, ഇപ്പം ഞങ്ങളുടെ ഉള്ളിൽ ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ, അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ ശരണാഗതിയാവുക. അങ്ങനെയുള്ള ഞങ്ങൾ പരസ്പരം തല്ലുകൂടി പോരടിച്ചു നിന്നിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ഈ ഭൂമി പിടിച്ചടക്കാൻ വേണ്ടി സ്വന്തം പ്രജകളെപ്പോലും കുരുതി കൊടുത്തു. അവിടുന്ന് മുൻഭാഗത്ത് ദണ്ഡധരനായി കാലസ്വരൂപിയായി അവിടുന്ന് മുമ്പിലുണ്ട് എന്ന് ആലോചിക്കാതെ അനശ്വരമാണ് ഈ ജീവിതം എന്ന് കരുതി നശ്വരമായ ഈ ജീവിതത്തിൽ അഹങ്കരിച്ച് അനശ്വരമായ അവിടുത്തെ പാതാരവിന്ദങ്ങളെ ആശ്രയിച്ചില്ല. ദുരഹങ്കാരികളായിട്ട് തീർന്നു ഞങ്ങൾ. തയേവ കൃഷ്ണാദ്യ ഗഭീരരംഹസ ദുരന്തവീര്യേണ വിചാലിത ശ്രിയ കാലേന തന്വാ ഭവതോനുകമ്പയാ വിനഷ്ടദർപ്പാശ്ചരണൗ സ്മരാമതേ. ഹേ കൃഷ്ണ, അദ്യ ഗഭീരരംഹസ, തടുക്കാൻ കഴിയാത്ത വേഗത്തോടു കൂടിയതും ദുരന്തവീര്യേണ, ആർക്കും എതിർക്കാൻ കഴിയാത്ത പരാക്രമത്തോടു കൂടിയിരിക്കുന്ന ഭവതാ തന്വ, അങ്ങയുടെ മൂർത്തിയായ ആ കാലം കൊണ്ട് ശ്രിയ, ആ ശ്രീയിൽ നിന്ന് വിചാലിത, വിശേഷേണ ചലിക്കപ്പെട്ടവരായി, അതിൽ നിന്ന് ശ്രീയിൽ നിന്ന് ഭ്രംശിക്കപ്പെട്ടവരായി, വിനഷ്ടദർപ്പ, ദർപ്പം നശിച്ചവരായി, തേ ഏവ വയം, ആ ഞങ്ങൾ തന്നെ, അനുകമ്പയ, അവിടുത്തെ കൃപ അനുകമ്പ ഒന്നുകൊണ്ട് മാത്രം, തേ ചരണവും സ്മരാമ, ഞങ്ങളിപ്പോൾ അങ്ങയുടെ പാദങ്ങളിൽ വീണ് നമസ്കരിക്കുന്നുണ്ടെങ്കിൽ അതുപോലും അങ്ങയുടെ കാരുണ്യാണെന്ന്. ദുരഹങ്കാരികളായിരുന്ന ഞങ്ങൾക്ക് ഇപ്പോൾ അവിടുത്തെ പാദപത്മങ്ങൾ സ്മരിക്കാൻ സാധിച്ചത് അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ്. അവിടുത്തെ കാലം എന്നു പേരുള്ള ആ ശക്തി ഞങ്ങളുടെ അഹങ്കാരത്തിന് കാരണമായ രാജ്യൈശ്വര്യങ്ങളെ അപഹരിച്ചു. അപ്പം എന്തുണ്ടായി? സമ്പത്ത് നഷ്ടപ്പെട്ടപ്പോൾ, ആപത്തിലേക്ക് വന്നപ്പോൾ യഥാർത്ഥ സമ്പത്ത് എന്താണ് എന്ന് ഞങ്ങൾക്ക് ബോധ്യം വന്നു. അങ്ങയുടെ പാദത്തെ സ്മരിക്കാൻ തോന്നി.
ഇപ്പോൾ രാജ്യം എന്നുള്ളത് അനർത്ഥത്തിനും രാജ്യനാശം ഏറ്റവും വലിയ സമ്പത്തായിരിക്കുന്ന അവിടുത്തെ പാദഭക്തിക്കും കാരണമാണ്. അത് അവിടുത്തെ അനുഗ്രഹം കൊണ്ട് മാത്രം സാധിക്കുന്നതാണ് എന്ന് സ്വാനുഭവത്തിലൂടെ ഞങ്ങൾക്ക് മനസ്സിലായിരിക്കണു ഭഗവാനെ. അധോ ന രാജ്യം മൃഗതൃഷ്ണിരൂപിതം ദേഹേന ശശ്വൽപതതാരുജാംഭുവ ഉപാസിതവ്യം സ്പൃഹയാമഹേ വിഭോ ക്രിയാഫലം പ്രേത്യ ച കർണരോചനം. അധോ മൃഗതൃഷ്ണിരൂപിതം, അതിനുശേഷം മൃഗതൃഷ്ണാസദൃശമായിരിക്കുന്ന ശശ്വത് പതത, എപ്പോഴും ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന രുജാം, ദുഃഖങ്ങളുടെയും രോഗങ്ങളുടെയും ഭുവ, ഉൽപ്പത്തിസ്ഥാനവുമായ ദേഹത്താൽ ഉപാസിതവ്യം, സേവിക്കപ്പെടാൻ യോഗ്യമായ രാജ്യത്തെയും പ്രേത്യ, മരിച്ചതിനു ശേഷം കർണരോചനം, കർണത്തിന് സുഖത്തെ നൽകുന്ന ക്രിയാഫലമായ സ്വർഗത്തെയും ന സ്പൃഹയാമഹേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നേ ഇല്ല. അതുകൊണ്ട് ഈ ലോകസുഖത്തെ വേണ്ട, മരിച്ചതിനുള്ള ശേഷമുള്ള സ്വർഗസുഖത്തെയും ഞങ്ങൾക്ക് വേണ്ട. ഇത് രണ്ടും സ്ഥിരമല്ല. നിത്യമായ ആനന്ദം നൽകുന്നത് അവിടുത്തെ പാദപത്മങ്ങളിലുള്ള ഭക്തിയാണ്. ശരീരം നിമിഷം തോറും അനുനിമിഷം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു. ക്ഷീയതേ ഇത് ക്ഷേത്ര എന്നാണ്. അതുകൊണ്ടാണ് ശരീരത്തിന് ക്ഷേത്രം എന്ന് പേര്. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ പല രോഗങ്ങളുടെ ഉൽപ്പത്തി സ്ഥാനമാണ് ഈ ശരീരം. അങ്ങനെയുള്ള ഈ ശരീരം എപ്പോഴാണോ നശിക്കുന്നത്, അങ്ങനെ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യം കൊണ്ട് വല്ല ഫലമുണ്ടോ? ഇല്ല. മരിച്ചതിന് ശേഷം ഇനി ഇവിടെയുള്ള കർമ്മങ്ങളെ കൊണ്ട് സ്വർഗം അനുഭവിക്കാമെന്ന് പറഞ്ഞാലോ അതും ഒരിക്കലും നന്നല്ല. സ്വർഗാദിഭോഗങ്ങളൊക്കെ കേൾക്കുമ്പോൾ കർണരസായനം, കർണരോചനം ആണ്. പക്ഷേ അതിനും പുണ്യനാശത്തിൽ സ്വർഗസുഖം ഉപേക്ഷിക്കേണ്ടി വരും, വീണ്ടും താഴേക്ക് വരേണ്ടി വരും. അങ്ങനെ പുനരഭിജനനം പുനരഭിമരണം എന്നുള്ള പുനരാവർത്തിയിലേക്കല്ല, പുനരാവർത്തിരഹിതമായ ആ പത്മനാഭ പാദങ്ങളിൽ വൈകുണ്ഠ പദപ്രാപ്തിക്കാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇഹത്തിലും പരത്തിലുമുള്ള ഉഭയലോക സുഖങ്ങളെ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. വിരക്തി വന്നു എന്ന് കാണിക്കുകയാണ് അവർക്ക്. തം ന സമാദിശോപായം യേന തേ ചരണാബ്ജയോ സ്മൃതിർയഥാ ന വിരമേദപി സംസരതാമിഹ. ഇഹ സംസരതാം അപി, ഈ ലോകത്തിൽ ജനിക്കുന്നവരും മരിക്കുന്നവരുമാണെങ്കിൽ പോലും ന യേന തേ ചരണാബ്ജയോ, ഞങ്ങൾക്ക് യാതൊന്നുകൊണ്ടാണോ അങ്ങയുടെ പാദകമലങ്ങളിൽ സ്മൃതി ഉണ്ടാവുക, യഥാ ന വിരമേൽ, എങ്ങനെയാൽ അത് നശിക്കാതിരിക്കുമോ, തം ഉപായം സമാദിശ, അതിനുള്ള വഴി, അതിനുള്ള ഉപായം ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. എൻ്റെ പാദസ്മരണ ചെയ്യൂ, എന്നാൽ പ്രയാസം കൂടാതെ മുക്തി ലഭിക്കും, എൻ്റെ സഹായം അതിന് ആവശ്യമില്ല എന്നാണെങ്കിൽ, അവിടുത്തെ പാദസ്മരണയുണ്ടാവണമെങ്കിൽ അതിന് അനുഗ്രഹമുണ്ടായാൽ മാത്രമേ സാധിക്കുള്ളൂ. ഞങ്ങൾ അവിടുത്തെ പാദങ്ങളെ ആശ്രയിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ചിന്ത ഞങ്ങളിൽ നിറയണമെങ്കിൽ അത് അവിടുത്തെ കാരുണ്യം കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. ഈ ലോകത്തിൽ ഇനിയും ജനിച്ചും മരിച്ചും ജനിച്ചും മരിച്ചും സങ്കടമനുഭവിക്കേണ്ടവരാണ് ഞങ്ങൾ. ഞങ്ങൾക്ക് ജനന മരണങ്ങൾക്ക് അവകാശമുണ്ടോ? ഉണ്ടെങ്കിൽ ആ കാലം അത്രയും അവിടുത്തെ പാദപത്മങ്ങളെ ചിന്തിക്കാൻ ഇടവരണം. ഏത് തരത്തിലായാൽ അതിന് സാധിക്കുമോ, മനസ്സിനും അടുപ്പു വരാതെ എന്നെന്നും ഭഗവാന്റെ പാദാരവിന്ദങ്ങളെ എങ്ങനെ ആശ്രയിക്കാൻ സാധിക്കും, അതിനുള്ള വഴി ഭഗവാനെ അവിടുന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണേ. ആ ഉപായം തം ഉപായം സമാദിശ, ആ ഉപായത്തെ കാണിച്ചു തരണേ എന്നാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. പ്രണതക്ലേശനാശായ പരമാത്മനെ ഗോവിന്ദായ നമോ നമ. നമസ്കരിക്കുന്നവരുടെ ക്ലേശങ്ങളെ നശിപ്പിക്കുന്ന, ദുഃഖങ്ങളെ നശിപ്പിക്കുന്ന പരമാത്മാവായ ആ ഗോവിന്ദനായിക്കൊണ്ട്, കൃഷ്ണായ വാസുദേവായ
ഹരയേ പരമാത്മനെ. കൃഷ്ണ ഹരേ വാസുദേവ ഗോവിന്ദ, അവിടുത്തേക്ക് അടിയങ്ങളുടെ നമസ്കാരം എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രീശബ്രഹ്മർഷി പറയുകയാണ്, സംസ്തൂയമാനോ ഭഗവാൻ രാജഭിർമുക്തബന്ധനൈ താനാഹ കരുണസ്താത ശരണ്യ ശ്ലക്ഷ്ണയാ ഗിര. മുക്തബന്ധനൈ രാജഭി, ആ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാരാൽ സംസ്തൂയമാന, വേണ്ട പോലെ സ്തുതിക്കപ്പെട്ട, ഹേ താത, ഹേ സാധോ, അല്ലയോ എനിക്ക് പുത്രതുല്യനായിരിക്കുന്ന പരീക്ഷിത്തെ, സ്തുതിക്കപ്പെടുന്ന കരുണാമൂർത്തിയായിരിക്കുന്ന ശരണ്യ, ശരണം പ്രാപിക്കാൻ യോഗ്യനായ ആ ഭഗവാൻ, ശ്ലക്ഷ്ണയാഗിര, ഏറ്റവും സുന്ദരമായ വാക്കുകളെ കൊണ്ട് താൻ ആഹ അവരോട് ഇങ്ങനെ പറഞ്ഞു. ജരാസന്ധന്റെ ബന്ധനത്തിൽ നിന്നും മോചിപ്പിക്കപ്പെട്ട രാജാക്കന്മാര് ഭക്തിയോടും ശ്രദ്ധയോടും ആ വേണ്ട പോലെ ഭഗവാനെ സ്തുതിച്ചപ്പോൾ അവർ പറഞ്ഞത് എന്താ? ആ വഴി, ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ ഭക്തി ഉണ്ടാകാനുള്ള വഴി എന്താണ്, അത് പറഞ്ഞു തരണേ എന്നാണ് അവര് ആവശ്യപ്പെട്ടത്. അതിന് ഭഗവാൻ നൽകുന്ന മറുപടിയാണ് തുടർന്നുള്ള ശ്ലോകങ്ങളിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുക. 6 ശ്ലോകങ്ങളിലൂടെയാണ് ഭഗവാൻ അവർക്ക് മറുപടി നൽകുന്നത്. ആ ശ്ലോകങ്ങളും ഒക്കെ നമുക്ക് നാളെ അനുസ്മരിക്കാം. ഇപ്പോൾ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ എന്ന ആ രാജാക്കന്മാരുടെ പ്രാർത്ഥന നമുക്കും ഹൃദയത്തിൽ ചേർത്തു വയ്ക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഭാരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ശ്രീമദ്ഭാഗവതം പുണ്യം പാവനമാം ഗ്രന്ഥം, ശ്രീശുകമാമുനി പാടിയ ഗീതം നൽകുന്നു മുക്തി, സതതം നൽകിയിടും ഭക്തി. പാപികളെന്നാലും നിത്യം രക്ഷിക്കും ഗ്രന്ഥം, പരമാനന്ദ സുധാരസമയമി ഹരിലീലാസാരം, നിത്യം വേദത്തിൻ സാരം. വൈരാഗ്യം ജ്ഞാനം ഭക്തി എന്നിവ നൽകിയിടും, വൈകല്യങ്ങൾ തീർത്തിടുന്നൊരു സുന്ദരമാം ഗീതം, നിത്യം നൽകും കൈവല്യം. കലിമലമഥനി പാപവിനാശിനി സതതം സേവയ ചെയ്യുന്നോർക്കോ സുഖകാരിണി ഗ്രന്ഥം, നിത്യം നൽകും സായുജ്യം. ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരതിയുണ്ടാവാൻ, ഹരിപാദേ രതിയുണ്ടാകാൻ ആരതിയൊഴിയുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങൾ ആരതിയൊഴിയുന്നു കണ്ണ ആരാധിക്കുന്നു. രാധാരമണ മുകുന്ദ മുരാരെ ശരണം മേ തവ ചരണയുഗം, പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം.
മീനായി മണ്ണിൽ പിറന്നൊരു ദേവ ശരണം മേ തവ ചരണയുഗം. കച്ഛപരൂപമെടുത്തൊരു ദേവ ശരണം മേ തവ ചരണയുഗം. സൂകരഭാവമണിഞ്ഞൊരു ദേവ ശരണം മേ തവ ചരണയുഗം. നരഹരി രൂപമെടുത്തൊരു നാഥ ശരണം മേ തവ ചരണയുഗം. വാമനനായി വിളങ്ങിയ ദേവ ശരണം മേ തവ ചരണയുഗം. ഭാർഗവരാമനതായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ദശരഥനന്ദനായൊരു ദേവ ശരണം മേ തവ ചരണയുഗം. ബലമേറുന്നൊരു രാമനാഥ ശരണം മേ തവ ചരണയുഗം. ദേവകി നന്ദന വസുദേവാത്മജ ശരണം മേ തവ ചരണയുഗം. യശോദതനയാ സുന്ദരരൂപ ശരണം മേ തവ ചരണയുഗം. ദ്വാരകവാസാരുക്മിണികാന്ത ശരണം മേ തവ ചരണയുഗം. കലികാലത്തിൽ കൽക്കിയും നീയേ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാ കൃഷ്ണ ശരണം മേ തവ ചരണയുഗം. ചോറ്റാനിക്കര വാഴും ദേവി ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവ ശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതമിത്ര ശരണം മേ തവ ചരണയുഗം. സദ്ഗുരുനാഥ ഗുണപരിപൂർണ ശരണം മേ തവ ചരണയുഗം. മൂഷികവാഹന മോദകഹസ്ത ശരണം മേ തവ ചരണയുഗം. ഭക്തജനപ്രിയ ഭാഗവത പ്രിയ ശരണം മേ തവ ചരണയുഗം. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. ഗുരുപവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവ നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം ജനാർദ്ദന യൽപൂജിതം മയാ ദേവ പരിപൂർണം തദസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹീഷ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാം. സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ.
ഓം ശാന്തി 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 ഹരി ഓം.